അടുത്തയാഴ്ച യമനിൽ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമം ഊർജിതം. കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഇടപെടൽ ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ കേന്ദ്രത്തിന് കത്തെഴുതി. നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കെ രാധാകൃഷ്ണൻ P24 പറഞ്ഞു. എല്ലാ മാർഗത്തിലൂടെയും അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പം അത് ത്വരിതഗതിയിലാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോടും ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി തന്നെ ഇടപെടുമെന്നാണ് കരുതുന്നത്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കണമെന്നാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ ദയാദനത്തിൻ്റെ കാര്യത്തിലടക്കം ഈ മരിച്ചയാളുടെ കുടുംബം ഇപ്പോഴും അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളതൊരു വെല്ലുവിളിയാണ്, പ്രതിസന്ധിയാണ്. അതിനിടയിൽ കേന്ദ്ര സർക്കാരിന് നയതന്ത്ര തലത്തിലടക്കം ഈ ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമാണ്, സാധ്യമായ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുന്നത്. എന്താണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന നീക്കങ്ങൾ ബൽറാം? റിജിത്ത്, നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇനി 5 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വിഷയത്തിലൊരു നയതന്ത്ര ഇടപെടൽ ആവശ്യമാണ്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി സംസാരിക്കുന്നതിനുള്ള അവസരം സൃഷ്ടിക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാണ് രണ്ടാമത്തെ ആവശ്യം. ഈ കാര്യം ഇന്ന് സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്തു. വിഷയം തിങ്കളാഴ്ചയായിരിക്കും ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുക. അതേസമയം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് MP-മാരും കത്തയച്ചിട്ടുണ്ട്. 5 MP-മാരാണ് ഇതുവരെയും കത്തയച്ചിരിക്കുന്നത്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, കെ രാധാകൃഷ്ണൻ MP, കൂടാതെ ഹാരിസ് ബീരാൻ MP, അടൂർ പ്രകാശൻ MP, A റഹീം MP തുടങ്ങിയവരാണ് കത്തയച്ചിരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ MP ഡൽഹിയിലെത്തി വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് അദ്ദേഹവും പ്രധാനമന്ത്രിക്ക് വിഷയമുന്നയിച്ച് കത്ത് അയച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഊർജിതമായ ഇടപെടൽ അടിയന്തരമായി വേണം എന്ന ആവശ്യമാണ് MP-മാർ അയച്ച കത്തുകളിൽ എല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ദയാദനവുമായി ബന്ധപ്പെട്ട അത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ദയാദനം നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചതായും അത് കൈമാറാനുള്ള സൗകര്യം അടക്കമുള്ളവ കേന്ദ്ര സർക്കാർ ഒരുക്കണം നയതന്ത്ര ഇടപെടലിലൂടെ എന്നുമാണ് ഈ കത്തുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം യമനിൽ മടങ്ങിയെത്തിയ ഈ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായി ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ ദയാദന പാക്കേജ് തലാലിൻ്റെ കുടുംബത്തിന് മുന്നിൽ വച്ചിരുന്നു. ഇതിൽ ഭൂരിഭാഗം പേർക്കും അനുകൂലമായ നിലപാടാണ് ഉള്ളത് എങ്കിൽ പോലും എല്ലാവരും അത് അംഗീകരിക്കുകയോ ഒരു മറുപടി നൽകുകയോ ചെയ്തിട്ടില്ല. അത് സ്വീകരിച്ചുകൊണ്ട് മാപ്പ് നൽകാൻ തയ്യാറാണ് എന്നുള്ള മറുപടി നൽകിയിട്ടില്ല. അതിലേക്കുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിന് കുടുംബാംഗങ്ങളുമായി നേരിട്ട് ചർച്ച നടത്തേണ്ടത് ആവശ്യമാണ്, അവരെ അനുനയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ബാക്കിയുള്ളത് പരിമിതമായ ദിവസങ്ങൾ, 6 ദിവസങ്ങളിൽ താഴെ മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി. എങ്കിൽ പോലും ആ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഉണ്ടാകാനുള്ള ശ്രമമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. റീജിൻ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ അത് ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. നയതന്ത്ര തലത്തിലടക്കം കേന്ദ്ര സർക്കാരും ചില നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്.